ആനിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് 3 ദിവസത്തെ സിറ്റി പാക്കേജ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഫുള്ള് അമ്പലങ്ങളും കാര്യങ്ങളാണ്. പിന്നീട് രണ്ടാമത്തെ ദിവസം പൂവാറുണ്ട്. മൂന്നാമത്തെ ദിവസം പിന്നെ സിറ്റി ടൂർ. അപ്പോൾ അത് നമുക്ക് ഈ ഓട്ടം കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ഒരാൾ അവരുടെ ഫ്രണ്ടിന് നമ്പർ കൊടുത്ത് അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ 3 ദിവസത്തെ യൂട്യൂബ് കൊണ്ട് നമുക്ക് വരുമാനം കിട്ടിയില്ലെങ്കിലും പുറത്തുനിന്നുള്ള വരുമാനം അത്യാവശ്യം ഇതേപോലെ ഓട്ടങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഇനി 3 ദിവസം നമ്മൾ അവരുടെ കൂടെയാണ്. ഇന്ന് രാവിലെ ഓൾറെഡി ഞാൻ 4:30 അവരെ പോയി പിക്ക് ചെയ്ത് ഹോട്ടലിലാക്കിയിട്ടുണ്ട്. 6:30 നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. ഇന്ന് ഫുള്ള് അമ്പലങ്ങളാണ്. മാക്സിമം അമ്പലങ്ങൾ ഇന്ന് കവർ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ നാളെ നമ്മൾ പൂവാറ്, മറ്റന്നാൾ ലുലു മാള്, പിന്നെ സിറ്റിയിൽ 2-3 സ്ഥലങ്ങൾ. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പാണ്. അപ്പം ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസാണ് 3 പേര്. അപ്പം അതിനനുസരിച്ചുള്ള ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്തത്. ബാക്കി ഇനി വേറെ വല്ലയിടത്തും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യും. എന്തായാലും നോക്കാം. ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. തമിഴ് അറിയാം, പക്ഷെ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഏത് ഭാഷയായാലും നമ്മൾ ആംഗ്യ ഭാഷയിൽ നമ്മൾ റെഡിയാക്കി എടുക്കും. ഹിന്ദിയൊക്കെ മനസ്സിലാവും, തിരിച്ച് പറയൂലെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് CNG ഇന്നലത്തെ പാക്കേജ് കഴിഞ്ഞ് ഇന്നലെ ഒരു പാക്കേജ് കിട്ടിയതും നമ്മുടെ യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ. ഈ മാസം തരക്കേടില്ലാതെ പുറത്തൊന്നും ഓട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് യൂബറിൽ ഓടേണ്ടി വന്നില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം 1-2 ദിവസം തോടി. അതിനുശേഷം പിന്നെ പുറത്തുനിന്ന് ഓട്ടം ആയതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഒരു ദിവസം മാത്രമേ പാസ് എടുത്തുള്ളൂ. ഒരു ദിവസം പാസ് എടുത്തത് 3 ദിവസത്തെ പാസ്. അത് പക്ഷേ ഓടാനും പറ്റിയില്ല. ആകെ അതിൽ 1000 രൂപയ്ക്കാണ് ഓടിയത്. അത് അവന്മാർക്ക് എന്തായാലും ലാഭമായി. എന്നാലും സാരമില്ല. നമ്മുടെ CNG റിസർവ് ആയിട്ടുണ്ട്. അപ്പോൾ CNG അടിക്കണം, ഫുഡ് കഴിക്കണം. ഇന്നത്തെ ട്രിപ്പിൽ എത്ര നേരം പോകും, എങ്ങനെയാണെന്നുള്ള വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് റേറ്റും കൂടെ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് ചാർജ് ആക്കുന്നത് ഒരു ദിവസത്തെ ഡേ പാക്കേജിന് ചാർജ് ചെയ്യുന്നത് 2500 രൂപയെ 100 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡായി വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്നുണ്ട്, ആറ്റുകാൽ വരുന്നുണ്ട്, പഴവങ്ങാടി വരുന്നുണ്ട്, പിന്നെ ആഴിമല ക്ഷേത്രം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ബീച്ചസ്, കോവളം, ശംഖുമുഖം. പിന്നെ നമുക്ക് സിറ്റിയിലകത്ത് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ മ്യൂസിയമോ അതോ അങ്ങനെ എന്തെങ്കിലും അതും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആവും. പിന്നെ പിക്കപ്പ് ഡ്രോപ്പ്, റെയിൽവേ സ്റ്റേഷൻ പിക്കപ്പ് ഡ്രോപ്പ്, ഇതെല്ലാം ഈ ഇന്നത്തെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവർക്ക് ഇന്ന് പിക്കപ്പ് ഉണ്ട്, ഇന്നല്ല ഡ്രോപ്പ്. ഇവർക്ക് 3-ാമത്തെ ദിവസമാണ് ഡ്രോപ്പ്. അപ്പം നാളെ വരുന്നത് പൂവാറാണ്. അപ്പം അതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 1500 അത്ര ചാർജ് ചെയ്യുന്നുള്ളൂ. അത് യൂബറിൽ നോക്കിയാൽ പോലും നല്ല റേറ്റ് ഉണ്ട്. നമുക്ക് പിന്നെ ഇത് മൊത്തത്തിലെ ഒരു ഇതായതുകൊണ്ട് മൊത്തം ഒരു റേറ്റ് പറഞ്ഞങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ദിവസവും സിറ്റി മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ ഇൻക്ലൂഡഡ് ലുലു മാളുണ്ട്, പിന്നെ സിറ്റിയിൽ മ്യൂസിയം, സൂ, പിന്നെ വല്ല പർച്ചേസിനും ഇത്രയേ ഉള്ളൂ. അതും ഡ്രോപ്പ്, അതേ ഉള്ളൂ. വലിയ കിലോമീറ്റർ ഓടത്തില്ല, 10-30 കിലോമീറ്ററിൻ്റെ അകത്തേ ഓടുള്ളൂ. ഇപ്പോൾ അതല്ലേ അത്രയേ ഉള്ളൂ. ഇന്ന് മ്യൂസിയം, സൂ ഒന്നും ഇന്ന് കാണിക്കത്തില്ല, ലാസ്റ്റ് ദിവസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അത്? ഇത്രയും സ്ഥലങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ഇവർക്ക്. അപ്പോൾ സിറ്റി പാക്കേജ് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല റേറ്റിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അധികം കൊള്ള റേറ്റൊന്നും ഈടാക്കത്തില്ല, ന്യായമായിട്ടുള്ളൊരു റേറ്റേ ഈടാക്കുന്നുള്ളൂ. പാർക്കിങ്ങും ടോളൊക്കെ നിങ്ങൾ അഡീഷണൽ എടുത്തോണം. വലുതായിട്ട് പാർക്കിംഗ് ഒന്നും വരത്തില്ലല്ലോ, എല്ലാം കൂടെ ഒരു 100 രൂപയുടെ അകത്തേ പാർക്കിംഗ് വരത്തുള്ളൂ. പിന്നെ ടോളാണെങ്കിൽ ടോളില്ലാതെയും നമുക്ക് പോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ ദൂരം നിന്ന് വരുന്നവർക്കാണെങ്കിൽ വണ്ടി ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഏത് സമയം വിളിച്ചാലും കിട്ടും. ബാക്കി ഇനി അവർ വന്നിട്ട് നമുക്ക് സ്ഥലങ്ങൾ ഏതാണെന്ന് നമുക്ക് കൂടി നോക്കാം.
കഞ്ചി അടിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട്. സമയം 9:30 ഇതുവരെ എത്തിയില്ല അവർ. ഇനി വേണം ബാക്കിയുള്ള അമ്പലങ്ങളിൽ കൊണ്ടുപോകാൻ. ഇത് ആദ്യത്തെ അമ്പലം ആയിട്ടേ ഉള്ളൂ. ഇവർ ഭയങ്കര സ്ലോ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അകത്ത് നല്ല തിരക്ക് കാണും. പിന്നെ ഇവർ ലേറ്റായി പോകുന്ന, പിന്നെ 3 പേർക്ക് നല്ല പ്രായമുണ്ട്, സ്വാഭാവികമായിട്ടും തിരക്കായിരിക്കും. അപ്പം ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇനി നമുക്ക് കാണിക്കാൻ പറ്റിയത് ആറ്റുകാൽ ടെമ്പിൾ കാണിക്കാൻ പറ്റും, പഴവങ്ങാടി കാണിക്കാം. അപ്പോഴത്തേക്ക് എല്ലാ അമ്പലവും ക്ലോസ് ചെയ്യും. പിന്നെ അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് നടക്കുള്ളൂ. അപ്പം എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ ഒരു സിനിമ ബുക്ക് ചെയ്തു. സിനിമ കണ്ടിട്ട് വൈകിട്ട് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. നോക്കാം ആരൊക്കെ കണ്ടോട്ടെ. എമ്പുരാൻ റിവ്യൂ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, പലരും പല റിവ്യൂ ഒക്കെയാണ്. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല, ഉള്ള ഇൻട്രോ എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. വെറും തെണ്ടികളാണ് അങ്ങനെ കാണിക്കുന്നത്. നമ്മളറിയാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇത് ഇൻട്രോ ഒക്കെയാണ് എടുത്ത് വരണത്. അതുകൊണ്ട് ഇപ്പോൾ അത് തുറക്കണില്ല, പെട്ടെന്ന് പോയി കാണാമെന്ന് തന്നെ വിചാരിച്ചു. എന്തായാലും ഈ ട്രിപ്പിൽ ഗ്യാപ്പും ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാണ് ഇവരുടെ ബാക്കി പരിപാടി പ്ലാൻ ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഇന്ന് കാണും. ഞാൻ ബുക്ക് ചെയ്തു. ഇനിയും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഇനി എപ്പോൾ ഇറങ്ങുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഫാനൊക്കെ ഓണാക്കി തന്നെ ഇങ്ങനെ കിടക്കാം. ഇതിൻ്റെയൊക്കെ ഉപയോഗം ഇങ്ങനെയാണ്. ഇതേപോലെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി ഇടണമെന്നില്ല. ഈ ഫാനൊന്ന് ഓണാക്കി ഗ്ലാസും ചെറുതായിട്ട് തുറന്ന പഴവങ്ങാടി ക്ഷേത്രത്തിൽ വിട്ടിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ ലേറ്റായി. അപ്പോൾ ഇനി ബാക്കിയുള്ള അമ്പലമെല്ലാം അടച്ചല്ലോ. ഇനി ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാണ് ഇനി അടുത്ത ആറ്റുകാലൊക്കെ പോകാമെന്നുള്ളത്. ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് അവിടെ നടത്തി. അങ്ങനെയൊക്കെ സമയം പോയി. സാരമില്ല, നമ്മളിപ്പം പഴവങ്ങാടിയും പത്മനാഭസ്വാമി ടെമ്പിളും കവർ ചെയ്തു. ഇനി വൈകിട്ട് നമ്മൾ ആറ്റുകാല്, കോവളം ബീച്ച്, ആഴിമല ക്ഷേത്രം, പിന്നെ ശംഖുമുഖം ബീച്ച്, പിന്നെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സിറ്റി ടൂറാണ്. ഇത് നമ്മളെ കനകുന്ന് പാലസ്, ഇവിടുത്തെ കുതിരമാളിക, സുനിൽ വാക്സിൻ മ്യൂസിയം, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടുത്തെ മുക്കുമൂലയും നമ്മൾ കാണിച്ചു. പ്രായമായവരുണ്ട്, ഒരുപാട് നടക്കാനുള്ള സംഭവങ്ങളൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. മൂന്ന് പേരെയും കുതിരമാളികയിലും ആർട്ട് ഗാലറിയിലും ഇറക്കി വിട്ടു. എന്നിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു. ഇത്രയും മരങ്ങളുണ്ടായിട്ട് പോലും എന്തൊരു ചൂടെന്നറിയും. ഇരിക്കാൻ പറ്റില്ല, ഒരു തുള്ളി കാറ്റില്ല. ഇലകളൊന്നും അനങ്ങുന്നില്ല. അപ്പം നമ്മൾ 1:10 നമ്മൾ ഗസ്റ്റിനെയൊക്കെ ഇറക്കി അവർക്ക് ആഹാരമൊക്കെ മേടിച്ചു കൊടുത്ത് ട്രിപ്പ് നിർത്തി താൽക്കാലികമായി. ഇനി അടുത്ത ഇവരെ വൈകിട്ടാണ് ബാക്കിയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 അമ്പലങ്ങളിൽ പോകാനുണ്ട്. അത് ഇവർ ലേറ്റ് ആയതുകൊണ്ട് അമ്പലങ്ങളൊക്കെ അടച്ചു. ഇനി ബാക്കി വൈകിട്ടാക്കി. ഇനി ആടിമലയുണ്ട്, പിന്നെ ആറ്റുകാലുണ്ട് പോകാൻ, പിന്നെ ശ്രീകണ്ഠേശ്വരം പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിലോ എല്ലാം പോകാമെന്ന് വെച്ചു. ബീച്ചിലും കൊണ്ടുപോയിട്ട് ബാക്കിയൊക്കെ പിന്നെ സമയമുണ്ടെങ്കിൽ അതനുസരിച്ച് മാറാമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ജോലിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് നമ്മുടെ ഈ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജോലിക്ക് ഇറങ്ങാം. ജോലി വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ജോലി ചെയ്താൽ മതി, ബാക്കി ഇനി വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആരുടെ ചോദിക്കണ്ട.
ഇപ്പം തന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്കിന്ന് സിനിമയ്ക്ക് കാണാൻ പോകണമായിരുന്നു എമ്പുരാൻ. ഈ ഓട്ടത്തെ വേറെ ജോലിയാണെങ്കിൽ നമുക്കത് നടക്കും. നമുക്ക് ഹാഫ് ഡേ ലീവ് പറയണം, സാലറി കട്ട്, LOP ഒക്കെ ആയിരിക്കും. ഇത് നമുക്കല്ല, നമ്മൾ ഓട്ടത്തിൽ പോവാണ്, നമുക്ക് സിനിമയിൽ നടക്കുന്നുണ്ട്. ഇപ്പം എന്താ അവരെ വിട്ട് 2 മണിക്ക് രാവിലെ ബുക്ക് ചെയ്തിട്ട്, എനിക്കറിയായിരുന്നു പ്ലാനിങ് എല്ലാം അതേപോലെ തന്നെയാണ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എനിക്കിനി സിനിമയും കണ്ടിട്ട് ഞാൻ ഇറങ്ങുന്ന സമയമാകുമ്പം വൈകിട്ട് 5 മണിയാവും. അപ്പോൾ അതാകുമ്പോൾ ഇവരുടെ അടുത്ത ട്രിപ്പിൻ്റെ സമയമാവും. എനിക്ക് സമയം വേസ്റ്റ് ആയില്ല, എന്നാവട്ടെ എൻ്റെ ട്രിപ്പും നഷ്ടപ്പെട്ടില്ല, എനിക്ക് സിനിമ കാണാനും പറ്റും. ജോലിയിലും ആണെങ്കിൽ ജോലിയിലും കാണും. അപ്പോൾ നമ്മുടെ സിനിമയെല്ലാം കഴിഞ്ഞ് നമ്മൾ 5:23 ആയപ്പോൾ നമ്മളിവിടെ എത്തി. അവർ റെഡിയായി വരുന്നേ ഉള്ളൂ. വന്നിട്ട് നമുക്ക് ബാക്കി കവർ ചെയ്യാനുള്ള അമ്പലവും സിറ്റി ടൂറും ബീച്ചും. സിറ്റി ടൂർ നടക്കുമെന്ന് തോന്നുന്നില്ല, അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ തന്നെ ഇതാവും. അപ്പം നമുക്ക് ബീച്ചും പോയി അഴിമലയും പോയിട്ട് വരാം. അമ്പലവും സിറ്റി ടൂറും നമുക്ക് നാളെ ആക്കാം, നാളെയോ മറ്റന്നാളോ ആക്കണം, നോക്കാം. അപ്പം നമ്മുടെ അടുത്ത വൈകിട്ട് ആദ്യത്തെ സ്പോട്ട് വന്നിട്ട് ശ്രീകണ്ഠേശ്വരൻ ടെമ്പിളിലാണ് കൊണ്ടുവന്നത് കേട്ടോ. ഞാനും കയറി തൊഴാമെന്ന് വിചാരിച്ചു. ലാസ്റ്റത്തെ പോയിന്റ് ആയിരുന്നു കോവളം ബീച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നറിന് നമുക്ക് നടത്തി കൊടുത്തത് നമ്മുടെ ചായക്കാരിയിലാണ്, കമലേശ്വരത്തുള്ള. ഇവിടെ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടുത്തെ ചായക്കാരി ഔട്ട്ലെറ്റ്. എനിക്ക് ഈ 3 ചായക്കാരി ഔട്ട്ലെറ്റിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കുളത്തൂരുള്ളതാണ്. അവരുടെ ടേസ്റ്റ് നല്ല മാരക ടേസ്റ്റാണ്. ഇവിടുത്തെ ഇഡ്ഡലിയും പൊടിയൊന്നും എനിക്ക് വലിയ സുഖം തോന്നിയില്ല. പക്ഷേ കസ്റ്റമർക്കൊക്കെ ഹാപ്പിയാണ്, അവർക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ നിന്ന് കഴിച്ചാൽ എനിക്ക് അവിടുത്തെ ഫുഡ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കമലേശ്വരത്ത് തന്നെ ഇത് പുതിയ ഔട്ട്ലെറ്റ്, ഒരു 7 ദിവസമായിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും പോരാ കേട്ടോ, ഈ ടേസ്റ്റ് എനിക്ക് പിടിക്കുന്നില്ല. അവിടുത്തെ ഔട്ട്ലെറ്റ് നല്ല അടിപൊളിയായിരുന്നു. ടേസ്റ്റും പൊടിയെല്ലാം തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല, അവർ ഹാപ്പിയായി, അത് മതി. എന്നാലും നമുക്കിനി അടുത്ത ഓട്ടം കിട്ടത്തുള്ളൂ. കുറച്ച് സമയം താമസിച്ചാലും കുഴപ്പമില്ല, ഇവിടെ കിടന്നാലും വെറുതെ കിടക്കാൻ എന്നല്ല വേണം. 2-3 മണിക്കൂർ കൂടുതലായി, ഇത്രേ ഉള്ളൂ. അവരെന്തായാലും നല്ല രീതിയിൽ തൃപ്തരായിട്ടുണ്ട് ഈ ട്രിപ്പിൽ. ഇന്ന് പോയിടം എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു, ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മുടെ വിജയം. ഇനി അടുത്ത ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് നാളെ കാണാം. എല്ലാം ഒരു വീഡിയോ ആയിട്ടേ ഇടുള്ളൂ, അതുകൊണ്ട് മാക്സിമം ലെങ്ത് കുറച്ച് ഇടാൻ ശ്രമിക്കാം. മഴയും തുടങ്ങി, ഞാൻ പെട്ടെന്ന് ഇനി വീടെത്തട്ടെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നാളെ കാണാം. അപ്പോൾ ഒരു ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളിക്കാർ വിളിച്ചിട്ട് പറഞ്ഞ അമ്മയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ലേറ്റായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 8 മണി 8:30 സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ എന്തായാലും പയ്യെ അങ്ങ് പോവാം.
ചായയൊക്കെ കുടിച്ചങ്ങ് എത്താം. അപ്പോഴത്തേക്ക് അവർ റെഡിയായി വരും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ബാക്കി അവിടെ പോയിട്ട് കാണാം ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന്. പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കറക്റ്റായിട്ട് സ്ഥലങ്ങൾ പോകണില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ഷഫിൾ ചെയ്തൊക്കെയാണ് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവരാണെങ്കിൽ എൻ്റെ പ്ലാൻ ഫുൾ അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം രാവിലെ 7 മണിക്ക് പറഞ്ഞത് ഇപ്പോൾ 8 മണിയായി. ഇപ്പോൾ 8 മണിക്ക് വന്നപ്പം പറഞ്ഞ് വീണ്ടും താമസിക്കുന്നു, അവിടെ എന്തോ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എനിക്ക് പ്രശ്നമില്ല, നമ്മൾ പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ എല്ലാം കവർ ചെയ്യാനൊക്കെ സമയം എടുക്കും. പിന്നെ നമ്മുടെ ടൈമിങ് മാറും, പിന്നെ വെയിലാവും. വെയിലത്തൊന്നും ബീച്ചിലൊന്നും പോയിട്ട് കാര്യമില്ല. ഒന്നിൽ വൈകിട്ട് പോകണം, അല്ലെങ്കിൽ രാവിലെ പോകണം. ഓൾറെഡി ഇന്നത്തെ പ്ലാന് ഇന്നലെയും കൂടെ കയറി. ഇന്ന് പോകേണ്ട സ്ഥലം ഇന്നലെ കയറി കോവളം. അത് അഡീഷണലൊക്കെയാണ്. എല്ലാം ഇവരെങ്ങനെ മാറ്റി തിരിച്ച് എങ്ങനെ ഇട്ട് മനുഷ്യനത് ഭ്രാന്തായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ വഞ്ചൂര് ചായക്കാരി ഇവിടെ നിന്ന് പെരി ഇഡ്ഡലി കഴിച്ച്. മിക്കവാറും ഇത് 9 മണി കഴിയും, 10 മണിയൊക്കെ ആവും തോന്നുന്നു. 10 മണിക്കൊക്കെ എന്തൊരു മുട്ടം വെയിലത്ത് എവിടെ പോകാനൊന്നും ഒരു പിടിയില്ല. വരുന്ന പോലെ കേട്ട് അവർക്കാണെങ്കിൽ കൂടുതലും ബീച്ചിനോടാണ് താല്പര്യം. ബീച്ചാണെങ്കിൽ വൈകിട്ട് പോകാനല്ലേ പറ്റുള്ളൂ. ഈ വെയിലത്ത് എവിടെ അങ്ങനെ കയറിപ്പോയാൽ ബീച്ചിൽ. പിന്നെ നമ്മുടെ നമുക്ക് തന്നത് യൂട്യൂബിലെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. പുള്ളിയുടെ പേര് ഒരു വല്ലാത്തൊരു പേരാണ്. എന്തുവാ പേര് ഇപ്പോൾ പറഞ്ഞത്, എനിക്ക് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞൂടാ. അതാണ് ഞാൻ ഇന്നലെ ആദ്യമേ പേര് പറയാത്തത്. ഹോസിനി മുബാറക്ക്. അപ്പോൾ ആ പുള്ളിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുള്ളി ഇടയ്ക്ക് ഇതേപോലെ ഒരു ട്രിപ്പ് വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അപ്പം പുള്ളിക്ക് ഇങ്ങനെ വരുമ്പോൾ എല്ലാം എൻ്റെ പേരാണ് കൊടുക്കുന്നത്. അപ്പം എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തെങ്കാശി എന്തോ പോകാനാണ് അത്, പക്ഷേ ഇതുവരെ വിളിച്ചില്ല. പുള്ളി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും ആരുടെയെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഫാമിലിയോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ പഴയ വീഡിയോസിലൊക്കെ നമ്പറുണ്ട്, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, അതുവഴി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ ട്രിപ്പ് ഇനി ഉണ്ടാവും നമുക്ക് നോക്കാം, കണ്ടറിയാം.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞ് മാറിയും തിരിഞ്ഞൊക്കെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടന്നത്. പ്ലാൻ ചെയ്തതുപോലെ ഒന്നും സമയത്തിനൊന്നും ഒരു സ്ഥലത്തും പോയില്ല. അതിന് നേരെ വിപരീതമായിട്ട് ഷഫ്ലൊക്കെ ആയിട്ടാണ് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയത്. എന്നാലും പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തോടെ നമ്മുടെ ഈ പാക്കേജിൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ളതെന്ന് വെച്ചാൽ നാളെ മ്യൂസിയം, സൂ അങ്ങനെയാണ്. പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ. ഇന്നും പർച്ചേസ് ഉണ്ടായിരുന്നു, നാളെയും ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ ഡ്രോപ്പാണ്. അപ്പോൾ ആ ഡ്രോപ്പിൻ്റെ മാത്രം ഒരു വീഡിയോ കൂടെ എടുത്ത് അവസാനിപ്പിക്കും. ഇനി വലിയ ഇതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എന്തായാലും നല്ല ഉറക്കക്ഷണം. രാവിലെ 3 ദിവസം കൊണ്ട് അടുപ്പിച്ച് വെളുപ്പിന് 4 മണിക്ക് എണീക്കിന് നല്ല ഉറക്കക്ഷണം. ഇനി നേരെ ഞാൻ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ പാക്കേജൊക്കെ, സിറ്റി പാക്കേജൊക്കെ ആരെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം. നല്ല ന്യായമായിട്ടുള്ള കൊള്ള റേറ്റൊന്നും അല്ലാതെ മാന്യമായിട്ടുള്ള ഒരു റേറ്റ് കോട്ട് ചെയ്ത് നമുക്ക് ട്രിപ്പൊക്കെ അടിപൊളിയാകാം. എൻ്റെ വിളിക്കേണ്ട നമ്പർ ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തിരിക്കും. അപ്പം ബൈ. പാക്കേജ് അങ്ങ് ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് അവരെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. 4:45 ഇനി അവർക്ക് ട്രെയിൻ ഇത് ഇതിൽ കിടക്കുന്നത് തന്നെയാണ്. മൈസൂർ, കൊച്ചുവേളി മൈസൂർ. ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് മംഗളകരമായി അവസാനിച്ചു. എല്ലായിടവും പോയി കാണിച്ചു കൊടുത്ത്. വീഡിയോയിലൊന്നും കുറേ സ്ഥലങ്ങൾ ഞാൻ ചേർത്തിട്ടില്ല, കോമൺ ആയിട്ടുള്ള. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പേയ്മെൻറ്റിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ കാരണം ട്രിപ്പെല്ലാം ഇത്തിരി ഷഫിൾ ചെയ്തൊക്കെയാണ്. അതുകൊണ്ട് പറഞ്ഞ റേറ്റൊന്നുമല്ല, കുറച്ചുകൂടെ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ഓക്കെ ആയിരുന്നു. പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി. ചില ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇവരുടെ കാര്യത്തിൽ നമുക്ക് അതൊന്നും പ്രശ്നം വന്നില്ല. അവർ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നില്ല. നമ്മളും അതേപോലെ തന്നെ അവരുടെ കൂടെ നിന്ന് സഹകരിച്ച്. അപ്പം ഈ ട്രിപ്പ് തന്ന നമ്മുടെ ഈ സബ്സ്ക്രൈബറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുള്ളിയുടെ പേര് എനിക്ക് വായിൽ വരുന്നില്ല. അതെന്തായാലും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് നമുക്കൊന്ന്